വീക്കെൻഡായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മുടെ സാൽമിയ ലുലുവിൽ പോയപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് നേരം നമ്മുടെ സാൽമിയ ഓൾഡ് സൂക്കിൽ പോയിരിക്കാമെന്ന് കരുതി അങ്ങോട്ട് വിട്ടു. സാൽമിയ ഓൾഡ് സൂക്കിനെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാലോ ഉണ്ട് താനും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഫുൾ ഓൺ ഫുൾ പവർ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെ. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിലൊക്കെ ആണെങ്കിൽ പാട്ടും ഗിറ്റാറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഒരുപാട് ഫുഡ് കോർട്ടുകൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കളർഫുൾ ഐസ്ക്രീംസും ഒരുപാട് ജ്യൂസസൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകളും ഒരുപാടുണ്ട്. അതുപോരാതെ ഈ കടയിലല്ലേ ഞാൻ നേരത്തെ കയറിയത് എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഒരുപാട് കടകളുണ്ട്. ആ കടകൾക്കകത്തൊക്കെയും തന്നെയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ ഒരുപാട് തരം ഡ്രസ്സുകളും ബാഗുകളും എല്ലാം കിട്ടും. പിന്നെ ഈ കിടിപിടി സാധനങ്ങളും അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കുഞ്ഞു കടകളകത്തുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറവാണ്. പിന്നെ എന്തിനും ഏതിനും വാശി പിടിക്കുന്ന കുട്ടികളുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം അകത്തെല്ലാം തന്നെ അടിപൊളി ടോയ്സിൻ്റെ ഒരു കമനീയ ശേഖരമുണ്ട്. എനിക്ക് തോന്നുന്നു കുവൈറ്റിലെ നൈറ്റ് ലൈഫുള്ള ഏരിയകൾ വളരെ കുറവാണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫുള്ള ഏരിയയിൽ ഒന്നാണ് നമ്മുടെ സാൽമിയ ഓൾഡ് സൂക്ക്. പ്രത്യേകിച്ച് വീക്കെൻഡ് ഡേയ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നേരം പുലരുവോളം അവിടെ നല്ല വൈബായിരിക്കും. അപ്പോൾ വീക്കെൻഡായിട്ട് എവിടെ പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഇങ്ങോട്ട് പോയിക്കോളൂ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.